ശരീര മാനസിക വികാര നിയന്ത്രണങ്ങൾ കൂടാതെ മസ്തിഷ്കങ്ങളുടെ പല ഭാഗങ്ങളെ വൈദ്യുതി കൊണ്ട് ഉത്തേജിപ്പിക്കുന്നത് മൂലം കുരങ്ങുകളും പൂച്ചകളും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് 1000% വർദ്ധിപ്പിക്കാനും പട്ടിണി കിടക്കുന്ന കുരങ്ങുകളിൽ ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാക്കാനും ഡെൽഗാഡോയ്ക്ക് സാധിച്ചു. കൂടാതെ കുരങ്ങുകളെ ഉണർത്തുക, ഉറക്കുക, കരയിക്കുക, കണ്ണ് ചിമ്മിപ്പിക്കുക, അവയുടെ വാ പൊടിപ്പിക്കുക തൊട്ട് അവയുടെ കണ്ണിന്റെ കൃഷ്ണമണികളുടെ വലിപ്പം കൂട്ടുക, കുറയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾ വരെ ചെയ്യാൻ റിമോട്ടുകൾ കൊണ്ട് ഡെൽഗാഡോയ്ക്ക് സാധിച്ചിരുന്നു. സ്റ്റിമോസീവർ ഘടിപ്പിച്ചുകൊണ്ട് ആരെയും എങ്ങനെ വേണമെങ്കിൽ നിയന്ത്രിക്കാനും മാറ്റിയെടുക്കാനും സാധിക്കുമെന്ന് ഡെൽഗാഡോയ്ക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം തന്റെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഡെൽഗാഡോ ചോദിച്ചത്. ഒരു യുവാവിന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് അവന്റെ മനോനില തെറ്റിക്കാനും അവനിൽ ജെൻഡർ കൺഫ്യൂഷൻ തൊട്ട് സ്വവർഗ ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉളവാക്കാനും കഴിഞ്ഞ ഡെൽഗാഡോയ്ക്ക് ആരെയും എങ്ങനെ വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. സന്തോഷത്തിനായും ഉല്ലാസത്തിനായും സ്റ്റിമോസീവർ ഘടിപ്പിക്കുന്നവർ കൊടുക്കേണ്ട വില അവരുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യവും സ്വയേച്ഛയുമാണ്. സ്റ്റിമോസീവർ പോലെയുള്ള റേഡിയോ ഫ്രീക്വൻസി ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിനെയും ശരീരത്തെയും വേണ്ടവിധം ട്യൂൺ ചെയ്ത RF റിമോട്ടുകൾ കൊണ്ട് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ മനുഷ്യരിൽ സ്റ്റിമോസീവർ പോലെയുള്ള ബ്രെയിൻ ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൃത്രിമമായി മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യരുടെ കോപവും അക്രമ സ്വഭാവവും മറ്റ് ദോഷകരമായ വികാരങ്ങളുമൊക്കെ അവരിൽ ഇല്ലാതാക്കി അവരെ വിധേയത്വവും സന്തോഷവും സംതൃപ്തിയുള്ളവരുമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനെപ്പറ്റി ഡെൽഗാഡോയ്ക്ക് അഭിപ്രായമുണ്ടായിരുന്നു. സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റി എന്നാണ് ഡെൽഗാഡോ ഈ ആശയത്തെ വിളിച്ചത്. അതിനാൽ തന്നെ സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റിയുടെ പ്രവാചകൻ എന്ന പേരിൽ ഡെൽഗാഡോ അറിയപ്പെട്ടിരുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റി എന്ന ആശയം പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യ മസ്തിഷ്കങ്ങളെ മുഴുവൻ കമ്പ്യൂട്ടറുകളുമായി ഒന്നിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്തപക്ഷം എല്ലാവരുടെയും മനസ്സ് സദാസമയവും നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ മനുഷ്യ മസ്തിഷ്കങ്ങളെ കമ്പ്യൂട്ടറുകളുമായി ഒന്നിപ്പിക്കുകയും കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടവിധം നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യരെ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ സദാ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ്. മസ്തിഷ്കങ്ങളെ കമ്പ്യൂട്ടറുകളുമായി ഒന്നിപ്പിക്കാനും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കാനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ന്യൂറൽ ഇന്റർഫേസ് അല്ലെങ്കിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ടെക്നോളജികൾ. തലച്ചോറിൽ ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസുകളെ നിരീക്ഷിക്കാനും അവയെ കമ്പ്യൂട്ടറുകളിലേക്ക് അയക്കാനും തുടർന്ന് കമ്പ്യൂട്ടറുകൾ തിരിച്ചയക്കുന്ന സിഗ്നലുകളെ തലച്ചോറിൽ എത്തിക്കാനും സ്റ്റിമോസീവറിന് സാധിക്കുന്നതിനാൽ തന്നെ സ്റ്റിമോസീവർ ഒരു ന്യൂറൽ ഇന്റർഫേസ് ടെക്നോളജി കൂടിയാണ്. ഡെൽഗാഡോ 60കളിൽ തന്നെ പാടി എന്ന കുരങ്ങിന്റെ തലച്ചോർ സ്റ്റിമോസീവർ വഴി കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുകയും കമ്പ്യൂട്ടറുകൾക്ക് ഡെൽഗാഡോ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകൾ പാടിയുടെ തലച്ചോറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും കൃത്രിമ ഉത്തേജനം നൽകിക്കൊണ്ട് കമ്പ്യൂട്ടറുകൾ പാടിയുടെ സ്വഭാവം വേണ്ടവിധം മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് പാടിയുടെ തലച്ചോറിനെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് മോചിപ്പിച്ചതിനെ തുടർന്നാണ് പാടിക്ക് തന്റെ പഴയ സ്വഭാവം തിരിച്ചു കിട്ടിയത്. സ്റ്റിമോസീവറിന്റെ സഹായത്തോടെ തലച്ചോറുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും തമ്മിൽ നേരിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്നും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ കൃത്രിമ ഉത്തേജനം നൽകിക്കൊണ്ട് സ്വഭാവം മാറ്റാൻ കഴിയുമെന്നും ഡെൽഗാഡോ 1960കളിൽ തന്നെ മനസ്സിലാക്കുകയും തെളിയിക്കുകയും ചെയ്തിരുന്നു. തലച്ചോറിനും കമ്പ്യൂട്ടറിനും തമ്മിൽ നേരിട്ട് ആശയവിനിമയം സാധ്യമാക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റിമോസീവറിനെ നമുക്ക് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന ടെക്നോളജിയുടെ പട്ടികയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയും. ഡെൽഗാഡോ പാടിയിൽ നടത്തിയ പരീക്ഷണം ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകളുടെ വികസനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുകയും ഈ മേഖലയിലെ ആധുനിക ഗവേഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. If you can't beat it, join it. The purpose of Neuralink is to create a high bandwidth interface to the brain such that we can be symbiotic with AI. മനുഷ്യരെ കമ്പ്യൂട്ടർ